ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ജയേട്ടന്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച്, നായകനായി വന്ന ആദ്യത്തെ സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് ഇവിടെ ജയേട്ടന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള സർപ്രൈസ് ആണ് ഇത്. വിൽ ടേക്ക് യു ബാക്ക് ടു ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. എന്താണെന്നുള്ളത് ഞാൻ പറയാം. കുറച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കപ്പിൾസ് ഇവിടെ ജയേട്ടനെയും നമ്മളെല്ലാരെയും മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ചോട്ടെ. So please let's welcome them all to ജയേട്ടൻസ് പൂരം. ജയേട്ടാ, ഈ 9 കപ്പിൾസ് ആണ് ജയേട്ടനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പിൾസ് ആണ് ഇവര്. നമ്മുടെ റിയൽ ലൈഫ് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യന്മാരാണ്. സന്തോഷം സന്തോഷം. ഇത് നമ്മുടെ ട്രാൻസ്ലേറ്റർ ആണ്. അപ്പൊ പുള്ളിക്കാരത്തി നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന, ബിക്കോസ് നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കണമല്ലോ. കേൾക്കുന്നവരുണ്ടോ? കേൾക്കാമോ ആർക്കെങ്കിലും? കേൾക്കുന്നവരുണ്ട്, കുറച്ചുണ്ട്. ഹാർഡ് ഓഫ് ഹിയറിംഗ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. ഇതിൽ എത്ര പേരുണ്ട് ലവ് മാരേജ്, എത്ര പേരുണ്ട് അറേഞ്ച് മാരേജ്? വെറുതെ അറിയാൻ വേണ്ടി. ലവ് മാരേജ് ആണോ? അവര് കല്യാണം കഴിഞ്ഞിട്ട് ലവ് ചെയ്തവരാ. അതെ, ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു, തമ്മിത്തല്ലുകൾ മാക്സിമം കുറവായിരിക്കുമല്ലോ വീട്ടില്, ശരിയാണോ? കുറവാണെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ജയേട്ടാ എല്ലാവരെയും നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. നമ്മളിപ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കുറവിനെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്? ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവാം അല്ലേ? അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ആക്ച്വലി നിങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് അത് അതിജീവിച്ചത്? എങ്ങനെയാണ്? ലാംഗ്വേജ് പഠിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ലാംഗ്വേജ് പഠിച്ചു. ലാംഗ്വേജ് പഠിച്ചതിന് ശേഷമാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത്. ഓക്കെ. ആദ്യം സംസാരം മാത്രമായിരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. പക്ഷെ നിഷില വന്നതിന് ശേഷം അവര് സൈൻ ലാംഗ്വേജും കൂടെ പറഞ്ഞത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. നിഷില വന്നതിന് ശേഷം ഞാൻ വൈഫാന്ന് ചോദിച്ചത്. ഇപ്പൊ സിനിമകളും കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഡിഫിക്കൽട്ട് ആണ്. സംസാരം ഒന്നും അവർക്ക് മനസ്സിലാവാറില്ല. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അത് നോക്കി അവര് മനസ്സിലാക്കാറുണ്ട്. ശരി, നിങ്ങൾ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണ് കേട്ടോ ഇങ്ങനെയുള്ള ആളുകൾക്ക്. ഇപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് ആളുകളുമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കും ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അത് മറ്റുള്ളവരും കൂടി അത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സാറിന് ഡെഫ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പം എന്ത് ഇൻസ്പിറേഷൻ ആണ് തോന്നിയിട്ടുള്ള അവരെ കണ്ടിട്ട്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചോദ്യമായി പോയി. എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ എനിക്കൊരു ജീവിതം തന്നൊരു സിനിമയാണിത്. പിന്നെ നമ്മൾ ഒരാളെയും കാണുന്നത് ഒരു കുറവ് വെച്ചിട്ടല്ല കേട്ടോ. ചില വ്യക്തികളുടെ ഓറ എന്ന് പറയുന്നത് പെർഫ്യൂം പോലെയാണ്. നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഓറ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സാറിന് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഒരാൾക്ക് എനിക്കറിയാം, സ്പീഡില്ലെന്നല്ല. ഇത് അന്ന് പഠിച്ചാണോ ചേട്ടാ? അന്ന് പഠിച്ചതാ. അത് യു സ്റ്റിൽ റിമെമ്പർ. പിന്നെ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ എല്ലാവരും കണ്ടതിൽ, നിങ്ങൾ വന്നതിൽ, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിലൊക്കെ സന്തോഷം. എല്ലാവരും ഹാപ്പി ആയില്ലേ? നിങ്ങൾ വളരെ സ്പെഷ്യൽ ആണ്. നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇൻഫാക്ട് ഞങ്ങൾക്കാലും വെരി ബ്യൂട്ടിഫുൾ പീപ്പിൾ. താങ്ക് യു, ലവ് യു, ബൈ. നിങ്ങളുടെ ഒരു കോംബോനെ പറ്റി പറയുകയാണെങ്കിൽ, എത്രയോ ഹിറ്റ് ചിത്രങ്ങൾ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ പുണ്യാളനാണെങ്കിലും, പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ്, പുണ്യാളൻ അഗർബത്തീസ്, പ്രേതം 1, പ്രേതം 2, മേരിക്കുട്ടി. അതെ, ഞാൻ മേരിക്കുട്ടി. ലാസ്റ്റ് ഇറങ്ങിയത് നമ്മുടെ സണ്ണിയാണ്. എങ്ങനെ ഈ കോംബോ വർക്ക്ഔട്ടായി? എന്തായിരിക്കും ആ ഒരു കെമിസ്ട്രിക്ക് പിന്നിൽ? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മാത്രമല്ല, ഏത് രണ്ട് വ്യക്തികളും തമ്മിൽ തുടർച്ചയായിട്ട് സക്സസ്ഫുൾ ആയിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് പുറകിലുള്ളത് ഒരു സൗഹൃദം തന്നെയാണ്. അപ്പം ഞാനും ജയനും
ആദ്യം ഞങ്ങൾ സുഹൃത്തുക്കളായി, പിന്നെ ഞങ്ങളുടെ ഭാര്യമാർ സുഹൃത്തുക്കളായി, പിന്നെ ഞങ്ങളുടെ മക്കൾ സുഹൃത്തുക്കളായി, ഞങ്ങളുടെ അമ്മമാർ സുഹൃത്തുക്കളായി. അങ്ങനെ ഒരു കുടുംബ ബന്ധമാണ് ഇപ്പോൾ ഞാനും ജയനുമായിട്ടുള്ളത്. അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ജയന് മനസ്സിലാവുന്നു, ജയൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. സിനിമയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് തന്നെയായിരിക്കും സിനിമകളിൽ വർക്കാവുന്നത്. കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ഫ്രീഡം ഉണ്ട് അല്ലേ? അത് തന്നെയാണ്. സിനിമ മാത്രമല്ല, ഏത് മേഖലയിലും അത് തന്നെയാണ് പ്രധാനം എന്നാണ് തോന്നുന്നത്. പക്ഷെ ചിലപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ സുഹൃത്തുക്കള് സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ സുഹൃത്തുക്കൾ ഒന്നിച്ചൊരു ബിസിനസ് തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സുഹൃത്തുക്കളെ തമ്മിൽ ഒറ്റയ്ക്ക് കിട്ടിയ വലിയ പ്രശ്നമാണ്. എനിക്ക് മനസ്സിലായത് ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ നിർമ്മാണം ആരംഭിച്ചു. നിങ്ങൾ ആദ്യത്തെ പടത്തിൽ ആദ്യം പടം തൊട്ട് 7 പടം എങ്ങാണ്ട് നിങ്ങൾ 7 6-7 പടം എൻ്റെ 7 പടം നിങ്ങൾ ഒന്നിച്ച് നിർമ്മിച്ച ശേഷവും നിങ്ങൾക്ക് വന്ന് ചിരിച്ച മുഖത്തോടു കൂടി വർത്താനം പറയാൻ പറ്റുന്നുണ്ട്. സാധാരണ പല സൗഹൃദങ്ങളും പിരിയുന്നതിനകത്ത് പൈസയ്ക്കൊരു ചെറിയ പങ്കുണ്ട്. ആത്യന്തികമായി അവസാനം ഇത് വരും. എന്നിട്ടും നിങ്ങൾ എങ്ങനെ സുഹൃത്തുക്കളായിരുന്നു? അത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ രണ്ടുപേരും സത്യസന്ധരാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലല്ല, എന്താ അറിയോ, അതിപ്പോ ഈ പൈസ വെച്ചിട്ട് ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കണക്കോ കാര്യങ്ങളോ ഞാനും നോക്കാറില്ല. അയാളോ അതിനകത്ത് ബോധരക്ഷണമൊന്നുമില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ നോക്കുന്നുണ്ടാവും. ഞങ്ങൾ അതിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി തീർക്കും. അല്ലാതെ അവിടെ നിന്ന് എത്ര കിട്ടി, ഇവിടെ നിന്ന് എത്ര കിട്ടി, അത് കറക്റ്റ് ആണോ, അതിന്റെ ഇതായിരിക്കും, ഒന്നുമില്ല. ഇതിൽ ബിസിനസ്സിൽ സൗഹൃദം കലർത്താതിരിക്കുക, കണക്കുകൾ ക്ലിയർ ആയിരിക്കുക, അപ്പൊ പ്രശ്നം കഴിഞ്ഞു. അതെ, വിശ്വാസം അതല്ലേ എല്ലാം. മമ്മൂട്ടിയുടെ ശബ്ദം ഇത്ര നന്നായിട്ട് അനുകരിക്കും ഞാൻ അറിഞ്ഞില്ല. റീമി ജയനായിരുന്നു അത്. വളരെ നിങ്ങൾക്ക് തെറ്റി നസീർ സാർ ആയിരുന്നു. അതെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ടിങ് മുന്നോട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ഇനിയും സ്ട്രോങ് ആവട്ടെ. ആ സ്ട്രോങ് സൗഹൃദത്തിൽ നിന്നും ഇനിയും ഒത്തിരി നല്ല നല്ല സിനിമകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ എന്ന് രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. രഞ്ജിത്തേട്ടാ, വിടാൻ ഞങ്ങൾക്ക് ഒരു ഉദ്ദേശമില്ല. ഞങ്ങളോടൊപ്പം ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇറ്റ്സ് എൻ ഓണർ ടു ഹാവ് യു ഹിയർ ടുഡേ. വെൽക്കം ടു ജേട്ടൻസ് ഫുഡ്. താങ്ക് യു.